പാലക്കാട് എന്താണ് അവസ്ഥ റേഷൻ കടയിൽ? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ റേഷൻ കടയിലാണ്. ഇവിടെ നിലവിൽ 540 BPL കാർഡ് ഉടമകളാണ് ഈ റേഷൻ കടയെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും നൽകാനുള്ള അരി നിലവിൽ ഈ കടയിലില്ല. 1 കിലോ അരി പോലും BPL കാർഡുകാർക്ക് നൽകാനുള്ളത് ഈ കടയിലില്ല. നിലവിൽ കാണുന്നത് മട്ടരിയുണ്ട്, അതുപോലെ തന്നെ പുഴുക്കലരിയുണ്ട്. പക്ഷേ ഇതെല്ലാം APL കാർഡ് ഉടമകൾക്ക് നൽകാനുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 10 ദിവസമായി മന്ത്രി പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ 3 ലക്ഷം അധികം ആൾക്കാർ റേഷൻ വാങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇതിലാരും തന്നെ BPL ഇല്ല എന്ന് വേണം പറയാൻ. കാരണം 10 ദിവസമായി ഈ കടയിൽ നിന്നും ഒരു BPL കാർഡ് ഉടമയ്ക്ക് 1 കിലോ അരി കിട്ടിയില്ലെന്നാണ് കട ഉടമ തന്നെ പറയുന്നത്. ആ കട ഉടമ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയും ചെയ്യും. കഴിഞ്ഞ 10 ദിവസമായിട്ട് BPL ഈ അരി കൊടുക്കാനില്ല. BPL കാർഡ്, മറ്റേ പിങ്ക് കാർഡ്, മറ്റേ മഞ്ഞ കാർഡ്, 2 കാർഡുകൾക്കും കൊടുക്കാനുള്ള സ്റ്റോക്കില്ല. ആൾക്കാരോട് വരുമ്പോൾ എന്ത് പറഞ്ഞപ്പോൾ ആൾക്കാർ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. നമ്മൾ പിന്നെ സമാധാനിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം. APL കാർക്കുള്ള അരി കുറച്ചുണ്ട് സ്റ്റോക്ക്. അതിന് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? അതിപ്പോൾ ഈ മറ്റേ 2 ദിവസം 3 ദിവസം ഉണ്ടാവും. മണ്ണെണ്ണയില്ല, മണ്ണെണ്ണ സ്റ്റോക്കില്ല. ആകെയുള്ളത് ഇപ്പോൾ ഗോതമ്പ് മാത്രമാണ്. ആട്ടം മാത്രം. BPL കാർക്ക് എന്തൊക്കെയുണ്ട് നിലവിൽ ഇവിടെ? BPL ആട്ടം മാത്രം നിലവിലുള്ളൂ. ആട്ടയും ഗോതമ്പ് വേറെ ഒന്നുമില്ല. അരി ഒന്നും സ്റ്റോക്കില്ല. ഇത് 10 ദിവസമായിട്ട് തന്നെയാണ് ഇതേ അവസ്ഥയാണ്. അരുൺ, ഇതാണ് ഇവിടെ 540 BPL കാർഡ് ഉടമകളാണ് ഈ കടയെ മാത്രം ആശ്രയിക്കുന്നത്. APL കാർ 400-ൽ കൂടുതലുണ്ട്. പക്ഷേ അവർക്കുള്ള അരി ഇനി ഏകദേശം ഒരു 2-3 ദിവസം നൽകാനുള്ള അരിയുണ്ട്. പിന്നെയുള്ളത് ആട്ടയാണ്. ആട്ട ബഫർ സ്റ്റോക്കായി നിലവിൽ ഉണ്ട്. അതുകൊണ്ട് ആട്ടയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ 10 ദിവസമായി ഈ ആളുകൾക്കെല്ലാം BPL കാർഡ് ഉടമകൾക്ക് ഈ കാണുന്ന കടയിൽ നിന്നും അരി ലഭിച്ചിട്ടുണ്ട്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഭാരവാഹി കൂടി നമുക്കൊപ്പമുണ്ട്. ഈ പാലക്കാട് ഈ നഗരത്തിലുള്ള ബാക്കി കടകളിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. നഗരത്തിൽ 36ഓളം കടകളുണ്ട്. എല്ലാം ഇതന്നെ അവസ്ഥ. പാലക്കാട് ജില്ലയിൽ 936ഓളം റേഷൻ കടകളുണ്ട്. എല്ലാം സ്റ്റോക്ക് ഔട്ടായ അവസ്ഥ. മന്ത്രി പറയുന്നത് ഭക്ഷ്യധാന്യ വിതരണം ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമരം അത് തെറ്റായതാണ്. എന്തായാലും 10% ഞങ്ങൾക്ക് ബഫർ സ്റ്റോക്ക് കിട്ടി. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരുടെയും സ്റ്റോക്ക് ഔട്ടായി നിൽക്കുകയാണ്. എന്തായാലും 23 ദിവസമായി കോൺട്രാക്റ്റുകാരുടെ സമരം. അവർ അനങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് കടകളിൽ അരിയെത്തുള്ളൂ. അവർ 8 കോടിയോളം കുടിശ്ശിക പാലക്കാട് ജില്ലയിൽ തിന്ന്, അതുപോലെ 14 ജില്ലയിൽ ഇതുപോലുള്ള കുടിശ്ശികകൾ നിലനിൽക്കെ അവർ സ്റ്റോക്ക് എടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. മിനിസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിവിധ ഇടങ്ങളിലെ റേഷൻ വ്യാപാരികൾ നമ്മളോട് പറയുന്നത്.